ഹലോ ചങ്ങായിമാരെ, ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ. വീക്കെൻഡിലെ 4-ാം ദിവസം വ്യാഴാഴ്ച 24/7/2025. ഇന്ന് കർക്കിടവാവ്. ഇന്ന് പയ്യാമ്പലത്തെ എന്താ സ്ഥിതി നോക്കാം. നമുക്ക് പയ്യാമ്പലം നോക്കാവാ. പിന്നെ കണ്ണൂർ സുൽത്താൻ എല്ലാവരും ഫോളോ ചെയ്യണേ. കണ്ണൂരിൻ്റെ വീഡിയോ എല്ലാം കാണാൻ നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ കണ്ണൂരിൻ്റെ വീഡിയോ എല്ലാം എടുത്തിടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യണം. യൂട്യൂബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും വേണം. ഇതാ പയ്യാമ്പലത്ത് നല്ല ജനമുള്ള അടച്ചോനെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടേ. അതുകൊണ്ട് ബലിയിടലല്ലേ, അവിടെ ഫുള്ള് ജനമുണ്ട്. അങ്ങോട്ടേക്ക് പോവാം നമുക്ക്. കർക്കിടവാവിന് ബലിയിടാൻ വേണ്ടി നമ്മളെ കണ്ണൂർ പയ്യാമ്പലം, എന്താ പയ്യാമ്പലത്തെ വാവിന് ബലിയിടാൻ വേണ്ടി കാത്തിക്കുന്ന ആൾക്കാരെല്ലാം ഇത് മൊത്തം അവിടെ ബലിയിടുന്ന പരിപാടികൾ നടക്കുന്നുണ്ട്. അടിപൊളി മഴന്ന് കുറേ ജനങ്ങളിൽ എല്ലാവരും കാത്തിക്കുന്നുണ്ട്. കുറേ ആൾക്കാർ നടക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ടേക്കെല്ലാം പോവാം. ഇപ്പം തുടങ്ങിയ മഴ, രാവിലെ എത്ര മഴ ഉണ്ടായില്ല, ഇപ്പോൾ പിടുത്തം വിട്ട മഴയാണ്. പിന്നെ താഴെ വെച്ചോളൂ. ചൊല്ലു മതി. ഓം കണ്ണൂർ പയ്യാമ്പലം ജന്മാന്തര കഥാനിത താനി താനി രക്ഷു പ്രദക്ഷിണ പദേ പദേ. ശിവകരം ശാന്തം മാനം ശിവോത്തമം. അതിനുശേഷം ദക്ഷിണ സമർപ്പിക്കുക. നമോ നാരായണായ, നമോ നാരായണായ. ആ അമ്മേനെ ശ്രദ്ധിക്കണേ. അമ്മക ഒന്ന് നിതീഷ ഒന്ന് പോയി. അവരെ ഇറക്കണ്ട, അവരെ ഇറക്കണ്ട. അതെ അതെ. പിതൃതർപ്പണം നടത്തിയ പിണ്ഡം സമർപ്പിക്കാൻ വേണ്ടി അത് ഒഴുകുന്ന സ്ഥലത്തേക്ക് മാത്രമേ പോകൂ. അതിൽ കൂടുതൽ ആഴത്തിലേക്ക് പോകരുത്. അത് നിർബന്ധമുള്ള കാര്യമാണ്. പിണ്ഡം ഒഴുകുന്ന ആ ഭാഗത്തിൽ മാത്രമേ കടലിലേക്ക് ഇറങ്ങാൻ പറ്റുന്നത്. വളണ്ടിയർമാർ പെട്ടെന്ന് തന്നെ ക്ലാസുകൾ എടുക്കുക. ഒരുപാട് ആളുകള് മഴ കൊണ്ട് ക്യൂവിൽ നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ക്ലാസുകൾ എടുക്കുക. മുഴുവൻ വളണ്ടിയർമാരും ഇവിടെ മുഴുവൻ ആളുകളും തന്നെ ഗ്ലാസുകൾ പെട്ടെന്ന് തന്നെ എടുക്കുക. കണ്ണൂർ പയ്യാമ്പലം അടുത്ത എപ്പിസോഡിൽ ആക്കാം. കാരണം വമ്പിച്ച ജനാവലി. നമുക്ക് പിതൃതർപ്പണം നടത്തിയ ബലിതർപ്പണത്തിന് വേണ്ടി കാത്തിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അടുത്തൊരു എപ്പിസോഡും കൂടി ആക്കാം. അപ്പം കണ്ണൂർ പയ്യാമ്പലത്ത് ബലിതർപ്പണം നടക്കുന്ന സ്ഥലത്ത് നിന്നും ക്യാമറാമാൻ സയ്യിദ് മുസ്തഫക്കൊപ്പം കണ്ണൂർ സുൽത്താൻ.